കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മലപ്പുറം കാട്ടുകലിൽ വെച്ച് ആഭരണ വിൽപ്പനക്കാരെ ആക്രമിച്ച് 117 പവനോളം സ്വർണം കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. പെരിന്തൽമണ്ണ തിരൂർക്കാട് സ്വദേശികളും സഹോദരങ്ങളുമായ കടവത്ത് പറമ്പ് വീട്ടിൽ സിവേഷ്, ബെൻസു എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്നലെ രാത്രി 6:30 കാട്ടുകലിൽ വെച്ച് നിഖില ബാംഗിൾസ് എന്ന സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനത്തിൽ നിന്നും മഞ്ചേരി ഭാഗത്തെ കടകളിൽ മോഡലുകൾ കാണിച്ചുകൊടുത്ത് വിൽപ്പന നടത്തി ബാക്കിയുള്ള 117 പവനോളം സ്വർണ്ണാഭരണങ്ങളുമായി തിരിച്ച് സ്കൂട്ടറിൽ മലപ്പുറത്തുള്ള കടയിലേക്ക് വരികയായിരുന്നവരെ ആക്രമിച്ചാണ് സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തിയത്. സിവേഷും മഞ്ചേരി കിടങ്ങഴി ഷാപ്പുംകുന്ന് ചപ്പങ്ങത്തൊടി സുകുമാരനുമാണ് സ്വർണ്ണാഭരണവുമായി സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നത്. സിവേഷ് നൽകിയ വിവരമനുസരിച്ച് സഹോദരൻ ബെൻസും ഇവരുടെ സുഹൃത്ത് ഷിജുവും മറ്റൊരു സ്കൂട്ടറിലെത്തി സ്വർണം കവർച്ച നടത്തുകയായിരുന്നു. പ്രതികളുടെ വീട്ടിൽ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. പ്രതികളിൽ ഒരാളായ സിവേഷ് നിഖില ബാംഗിൾസ് ജ്വല്ലറിയിലെ ജീവനക്കാരനും കഴിഞ്ഞ 3 മാസമായി ജ്വല്ലറിയിൽ ജോലി ചെയ്തു വരുന്നയാളുമാണ്. ജില്ലയിലെ വിവിധ ജ്വല്ലറികളിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചുവരുന്നതും കൃത്യമായി അറിയുന്നയാളുമാണ്. റോഡിൽ വാഹനങ്ങളും ആളുകളും കുറവായ നോമ്പ് തുറക്കുന്ന സമയം കവർച്ച നടത്താനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ആസൂത്രണം നടപ്പിലാക്കുന്നതിനായി സ്കൂട്ടറിൽ തിരിച്ചുവരുന്ന സമയം വിവിധ കടകളിൽ വെള്ളം കുടിക്കുവാനും മറ്റുമായി കയറിയിറങ്ങി കൂട്ടുപ്രതികളായ ബൈക്കിൽ വന്നവർക്ക് ഇവരുടെ അടുത്തേക്ക് എത്തുന്നതിനായി സൌകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നീട് കാട്ടുകലിലെത്തിയതിൽ ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് സ്കൂട്ടർ നിർത്തിക്കുകയും അവിടേക്കെത്തിയ മറ്റു പ്രതികൾ സ്കൂട്ടർ മറിച്ചിട്ട് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടുന്ന ബാഗ് കവർച്ച ചെയ്ത ബൈക്കിൽ രക്ഷപ്പെടുകയുമായിരുന്നു. പ്രതികൾ ബാഗ് തട്ടിയെടുത്ത് ബൈക്കിൽ രക്ഷപ്പെടുന്നത് കാണാനിടയായ നാട്ടുകാരനായ ഇരുമ്പുഴി സ്വദേശി മുഹമ്മദ് മുൻഷീർ സംഭവത്തിൽ ദുരൂഹത തോന്നി അയാളുടെ വാഹനത്തിൽ പിന്തുടർന്ന പ്രതികൾ രക്ഷപ്പെട്ട ബൈക്കിന്റെ ഫോട്ടോ എടുത്തു. ഇത് കേസിൽ നിർണായകമായി. ബൈക്കിൽ കൊണ്ടുവരുന്ന വ്യക്തികളാണെന്ന് പിന്നെ അയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളായിട്ടുള്ള 2 പേരുമുണ്ട്. ജെയിംസിനെ നമ്മൾ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തു. 3-ാമതൊരാളെ ഇവർ 3 പേരും ആ ഒരു ഫാമിലി ഇന്നത്തെ കഴിഞ്ഞ സമയം തന്നെ സ്റ്റേ ചെയ്ത ഒരു മാറ്ററായിരുന്നു. അതിൽ ഏറ്റവും സ്ട്രിക്റ്റായിട്ട് പോലീസിന് ആക്ട് ചെയ്യാൻ ഇതിനകത്ത് കഴിഞ്ഞതിന് കാരണം ഒരു സിവിലിയൻ ഉപകാരമായിട്ടുള്ളൊരു വ്യക്തിയുടെ ഇടപെടലാണ്. അയാളുടെ പേര് മുഹമ്മദ് അദ്ദേഹമാണ്. സംഭവം കാണുമ്പോൾ നേരിൽ കണ്ടപ്പോൾ അതിൻ്റെ ദുർബലത മനസ്സിലാക്കി പുറകെ ഒന്ന് പോയി നോക്കുകയും ആ വെഹിക്കിളിൻ്റെ ഫോട്ടോഗ്രാഫ് കൃത്യമായിട്ട് ഒട്ടും ആംഗിളില്ലാതെ തന്നെ ചെയ്യുകയും അപ്പോൾ ആ ഒരു ആക്ടിൽ നിന്ന് നമുക്കത് സ്ട്രിക്റ്റായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പോലീസിന് കിട്ടും. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ആർ IPSന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി ബിജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസ് സ്റ്റേഷൻ SHO ആയ ASP നന്ദഗോപൻ IPS, പോലീസ് ഇൻസ്പെക്ടർ പ്രതാപ് കുമാർ, പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത്, പെരിന്തൽമണ്ണ SHO സുരേഷ് സുധാകരൻ, പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ, മലപ്പുറം SHO വിഷ്ണു, മലപ്പുറം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രിയൻ SK, മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ ASCമാരായ ഗിരീഷ്, അബ്ദുൾ വാഷിദ്, അനീഷ് ചാക്കോ, ഫിറോസ്, SCPO തൗഫീഖുള്ള മുബാറക് എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത്. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.